ഓൺലൈൻ ടി വി അവതരിപ്പിക്കുന്ന നേർക്കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ പ്രവേശനോത്സവമാണ്. കേരളത്തിലാകമാനമുള്ള 1ാം ക്ലാസ്സിലേക്കുള്ള കുട്ടികളുടെ പ്രവേശനോത്സവം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നെടുമങ്ങാട് ടൗൺ LPസിലാണ്. ടൗൺ LPസിൽ വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകളാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ കുട്ടികളെയും വരവേൽക്കുന്നതിനായിട്ട് ഇതാ വർണ്ണ വിസ്മയ കാഴ്ചകൾ ഒരുക്കിയിരിക്കുകയാണ്. കുരുത്തോലകൾ നിറച്ച് കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊടിതോരണങ്ങൾ ഉൾപ്പെടെയുള്ളവ കെട്ടി നല്ലൊരു ബലൂൺ ആർച്ച് ഉൾപ്പെടെ ഇവിടെ കുട്ടികളെ ആകർഷിക്കുന്നതിനായിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, നിരവധിയായിട്ടുള്ള കുട്ടികൾ, രക്ഷകർത്താക്കൾ ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കുട്ടികളെ ചേർക്കുന്നതിനായിട്ട് അവരോടൊപ്പം തന്നെ രക്ഷകർത്താക്കൾ. നമുക്ക് ഈ കുട്ടികളോട് തന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. മോളെ റെഡിയാണോ? എത്ര ക്ലാസ്സിലേക്കാണ്? എത്ര ക്ലാസ്സിലാണ്? ഒന്നില്. പേരെന്താണ്? ഗൗതമി. സന്തോഷമാണോ? മോൻ്റെ പേര്? എന്തോ? കീർത്തി. സന്തോഷത്തിലാണോ? സന്തോഷമാണോ? തൊപ്പിയൊക്കെ വെച്ച് അല്ലേ, കിരീടമൊക്കെ വെച്ച്, വേറെ ഉടുപ്പ് പുസ്തകമൊക്കെ വെച്ച്, പുതിയ ഷർട്ടൊന്നും ഇട്ടില്ല, യൂണിഫോം ഒന്നും ഇല്ല? ഉണ്ടോ? എന്താ ഇന്നൊന്നും കണ്ടില്ല വീട്ടിൽ? ആരാണ് ഇതിലൊരു പാട്ട് പാടുന്നത്? ഇന്നിപ്പോൾ നഴ്സറിയിലേക്ക് പോയി പാട്ടൊക്കെ പഠിച്ചിട്ടല്ലേ വന്നത്? ആര് പാട്ട് പാടും? അറിയാമോ? ഇല്ല. ഇതൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഒന്നുമില്ലേ? ഈ പാട്ട് പാടും? പാട്ട് പാടുന്ന ആരുണ്ട്? പാട്ട് പാടിയേ? ബൈക്ക് പിടിച്ചോ. തുടക്കമുത്സവം, പഠിപ്പൊരുത്സവം, അറിഞ്ഞറിഞ്ഞു പോകെ ലോകമെത്ര സുന്ദരം. പോരു പോരു ആകാശതീരമേറെ പറന്നിടാൻ കൂട്ടരേ. ചേരു പാടങ്ങളായി പകർന്ന് ചിറകു വീശിടാം ഒന്നുപോൽ. കളികളിൽ മുഴുകി പല രസമോടെ ഒഴുകി. അങ്ങനെ വളരെ സന്തോഷ തിമിർപ്പിലാണ് കുട്ടികളൊക്കെ തന്നെ. പാട്ടുപാടിയും അതുപോലെ തന്നെ കഥ പറഞ്ഞുമൊക്കെ കുട്ടികൾ വളരെ സന്തോഷത്തിലാണ്. ടീച്ചർമാരൊക്കെ ഏകദേശം ഒരേ ഡ്രസ്സിലാണ്, യൂണിഫോമിലൊക്കെയാണ്. എന്താണ് ടീച്ചറെ പറയണം? എന്നാൽ കുട്ടികളൊക്കെ തന്നെ വളരെ ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. നമ്മളെ പേര് പറഞ്ഞോട്. കിരീടമൊക്കെ വെച്ച് നിൽക്കുന്നുണ്ട്. എന്താണ് പേര് മോൻ്റെ? ദിയൂഷ് മൗലി. പാട്ടൊക്കെ പാടുമെന്ന് തോന്നുന്നു? പാടില്ല. ഫാത്തിമ. എന്താണ്, വളരെ സന്തോഷത്തിലാണോ? പുതിയ ഷർട്ടൊക്കെ വാങ്ങിയില്ലേ? അവിടെ മറിയം അമീറ. വേറെ മോളെ പേര്? അസ്ന. അനന്തൻ. യൂണിഫോമൊക്കെ വാങ്ങിയായിരുന്നോ? ഷർട്ട് വാങ്ങി? വേറെ പുസ്തകമൊക്കെ വാങ്ങിയായിരുന്നോ? കിട്ടി? വേറെ എന്തൊക്കെ വാങ്ങിയായിരുന്നു മോളെ? ബോക്സും പിന്നെ കുപ്പിയൊക്കെ വാങ്ങി. അപ്പോൾ ബോക്സ്, നോട്ട്ബുക്ക്, അതുപോലെ തന്നെ യൂണിഫോം ഉൾപ്പെടെയുള്ളവ വാങ്ങിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ പറയുന്നത് യൂണിഫോം വാങ്ങിയെങ്കിൽ ഇന്നിപ്പോൾ പ്രവേശനോത്സവമായതുകൊണ്ട് ഇന്നിപ്പോൾ യൂണിഫോം ഇട്ടിട്ടില്ല. അതേസമയം വർണ്ണാഭമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കുട്ടികളെ ചേർക്കാൻ കൊണ്ടുവന്ന എന്താണ് മോളെ മോനെ? UKG എൻ്റെ കൊച്ചിന് UKG ആണ് എൻ്റെ കൊച്ച്. അവിടെ UKGയിൽ ചേർത്തിരിക്കുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ മോന് ഇവിടെയായിരുന്നു പഠിച്ചത്, UKGയിലാണ് പഠിച്ചത് കഴിഞ്ഞ വർഷം. ഇപ്പോൾ 1ാം ക്ലാസ് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. 1ാം ക്ലാസ് B സ്റ്റാൻഡേർഡിലാണ് മോൻ. 1ാം ക്ലാസ്സിലാണ്. കഴിഞ്ഞ വർഷം ഇവിടെയാണ്. ഇവിടുത്തെ അന്തരീക്ഷ അറ്റ്മോസ്ഫിയറൊക്കെ എങ്ങനെയുണ്ട്? നല്ലതാണ്. കുട്ടികളുടെ എല്ലാ കാഴ്ചപ്പാടിലും എല്ലാം വിദ്യാഭ്യാസത്തിലായാലും എല്ലാം നല്ല അഭിപ്രായമാണ്. നല്ല വിദ്യാഭ്യാസം വരുന്നത്. കഴിഞ്ഞ വർഷം UKGയിലായിരുന്നു. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ ഇവിടെ B സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് അഡ്മിഷൻ എടുത്തേക്കുന്നത്. മലയാളം എല്ലാം ഉണ്ട്. നല്ല സ്കൂളാണ്. നല്ല അഭിപ്രായമാണ്. അച്ഛനും അമ്മയായിട്ടാണ് ഇങ്ങനെ മക്കളെ ചേർക്കാനായിട്ട്? അതെ. മോൻ ഇവിടെ തന്നെയാണ് LKGയിൽ പഠിച്ചത്. LKG UKG ഒക്കെ ഇവിടെ തന്നെയാണ്. നല്ല സ്കൂളാണ്. നല്ല വിദ്യാഭ്യാസമാണ് ഇവിടുത്തെ.
പഴയ നാളുകളിൽ രക്ഷകർത്താക്കൾക്കറിയാം, കുഞ്ഞുങ്ങളുമായി പ്രവേശന ഉത്സവ ദിവസം സ്കൂളിലേക്ക് എത്തിയാൽ നിലവിളിയുടെ ശബ്ദമാണ് നമുക്കെല്ലാം കേൾക്കാൻ കഴിയുന്നത്. കാരണം തിരിച്ചു പോകാനുള്ള തിരക്കാണ്. കുഞ്ഞുങ്ങളുടെ വല്ലാത്ത ബഹളമാണ്, കരച്ചിലാണ്. എന്നാൽ ഇന്ന് എത്ര സന്തോഷത്തോടുകൂടി ഈ കുരുന്നുകൾ സ്കൂളിൻ്റെ അന്തരീക്ഷത്തിൽ അധ്യാപകരും മറ്റ് വിദ്യാർത്ഥികളുമായി ഒത്തുചേരുന്ന രംഗമാണ് കാണാൻ കഴിയുന്നത്. നമ്മുടെ അധ്യാപകരും രക്ഷകർത്താക്കളും പൊതുസമൂഹവും ജനപ്രതിനിധികളോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളോടൊപ്പം അവർ നടത്തിയ വലിയ പരിശ്രമമാണ് സ്കൂൾ അന്തരീക്ഷമാകാൻ മാറാൻ കഴിയുന്നത്. ആ സ്കൂൾ അന്തരീക്ഷം കൂടുതൽ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. കേരളത്തിൻ്റെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതുപോലെ പ്രവേശനോത്സവ വേദിയാണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ വരവേൽക്കാൻ രക്ഷകർത്താക്കളും അധ്യാപകരും സമൂഹവും ജനപ്രതിനിധികളും ഒത്തുകൂടി സന്തോഷത്തിൻ്റെ വേദികളായി മാറിയിട്ടുണ്ട്. സ്കൂൾ അന്തരീക്ഷം ഇന്ന് കാണുന്ന നിലയിലേക്ക് മാറാൻ സമൂഹത്തിൻ്റെ നല്ല ഇടപെടലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളം ഇന്ത്യക്കും ലോകത്തിനും മാതൃകയാക്കുന്ന നിരവധി മേഖലകൾ പറയുമ്പോൾ അതിലെടുത്തു പറയേണ്ടത് വിദ്യാഭ്യാസ രംഗമാണ്. നമ്മൾ കൈവരിച്ച വിദ്യാഭ്യാസ രംഗത്തെ നേട്ടം ആ മികവിൻ്റെ കേന്ദ്രങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പരിശ്രമമാണ് ഗവൺമെൻറ് നടത്തുന്നത്. എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഗവൺമെൻറ്റിന് വേണ്ടി പ്രവേശനോത്സവ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുക.